Hi friends, now we are starting new paper 2 mark question and answer. It's a voice of women, 6th semester of BA English, Calgary University. So first question, what was Adichie buried up in her first writing class? അതായത് അടിച്ചി അതായത് ചിമ്മമ്മ ഡിഗോസ അടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഫീമെയിൽ റൈറ്റർ. അദ്ദേഹം ഒരു ഷീ ഈസ് ആഫ്രിക്കൻ മോർന്ന് അതായത് ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു റൈറ്ററാണ്. സോ എന്തോ മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് പിന്നെ വൈറ്റ് പീപ്പിൾസിനോടൊപ്പം ഉള്ള ക്ലാസ് റൂമിൽ ഇരുന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിഗോസ അടിച്ചി വാസ് വെറീഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് വുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹെർ ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ട്. അതായത് ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള അവരുടെ സ്റ്റോറീസും അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും അവരുടെ ക്ലാസ്മേറ്റ്സിന് മനസ്സിലാവില്ല എന്നുള്ള അടിച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഷീ ഫിയർഡ് ഹെർ സ്റ്റോറീസ് മൈറ്റ് സീം സ്ട്രേഞ്ച് ടു ദം. അതുപോലെ അവരുടെ സ്റ്റോറിയൊക്കെ സ്ട്രേഞ്ച് ആയി അവർക്ക് തോന്നുമായിരിക്കും. ഷീ ആൾസോ ഡൗട്ടഡ് വെദർ ഹെർ റൈറ്റിംഗ് വുഡ് ബി അക്സെപ്റ്റഡ്. അതായത് അവരുടെ റൈറ്റിംഗും അതുപോലെ അവർ സ്വീകരിക്കുമെന്നും അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു. ദിസ് ഷോസ് ഹെർ കൺസേൺ അബൌട്ട് കൾച്ചറൽ ഡിഫറൻസ്. ഇത് കാണിക്കുന്നത് അവരുടെ കൾച്ചറൽ ഡിഫറൻസ് ആണ്. ഈ രണ്ട് കൾച്ചറിൽ നിന്ന് ജീവിച്ച് വരുന്നവരാണല്ലോ. അതുകൊണ്ട് തന്നെ അടിച്ചീൻ്റെ കൾച്ചർ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ലേറ്റർ ഷീ റിയലൈസ്ഡ് ഹെർ വോയിസ് വാസ് യുണീക്ക്. പിന്നീട് അവൾക്ക് മനസ്സിലായി അവളുടെ വോയിസ് യുണീക്കാണ്. കാരണം അങ്ങനത്തെ ഒരു വോയിസ് അവിടെ ക്ലാസ്മേറ്റിൽ ആർക്കില്ല. സോ അതുകൊണ്ട് തന്നെ അവളുടെ വോയിസ് യുണീക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ദിസ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ചാസ്റ്റിറ്റി അക്കോർഡിംഗ് ടു വിർജീന വോൾഫ്? വിർജീന വോൾഫിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ചാസ്റ്റിറ്റി എന്നത് കൊണ്ടുള്ള മീനിങ് എന്ന് ചോദിക്കുന്നത്. വിർജീന വോൾഫ് ഈസ് ചാസ്റ്റിറ്റി ആസ് മെൻ്റൽ പ്യൂരിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. മാനസികമായ ശുദ്ധിയും അതുപോലെ സ്വതന്ത്രവുമാണ് ചാസ്റ്റിറ്റി എന്നതുകൊണ്ട് വിർജീന വോൾഫ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിസിക്കൽ പ്യൂരിറ്റി. അതായത് ഫിസിക്കൽ പ്യൂരിറ്റി അല്ല ചാസ്റ്റിറ്റി. ഷീ കണക്ട് വിത്ത് ഫ്രീഡം ഓഫ് തോ. അത് അവൾ കണക്ട് ചെയ്യുന്നത് ചാസ്റ്റിറ്റുമായി കണക്ട് ചെയ്യുന്നത് ഫ്രീഡമാണ്. മാനസികമായി നമ്മൾ ആലോചനയിൽ ഉണ്ടാവുന്ന ഫ്രീ ഉണ്ടാവും. അതായത് ഒരു സംഭവം കാണുമ്പോൾ അതിനെപ്പറ്റി നെഗറ്റീവായി തോട്ട് ചെയ്യാതെ ശുദ്ധിയായി ഒരു സാധനം കാണുമ്പോൾ അതിന് നല്ല വശം മാത്രം കാണുന്ന ചാസ്റ്റിറ്റി. എ റൈറ്റർ മസ്റ്റ് തിങ്സ് ഹോണസ്റ്റ്ലി വിത്തൗട്ട് ഇൻഫ്ലുവൻസ്. അതായത് ഒരു റൈറ്റർ ഒരു വർക്ക് എഴുതുമ്പോൾ ആരുടെയും ഇൻഫ്ലുവൻസ് അല്ലേ, അതായത് ഒരു പവറിൻ്റെയോ പണത്തിനോ ഇൻഫ്ലുവൻസ് ചെയ്യാതെ സ്വയം വിശ്വാസത്തിൽ എഴുതണം. ദിസ് ഹെൽപ്പ് ഇൻ ക്രിയേറ്റീവ്. അതാണ് ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുക. ഇതാണ് വിർജീനിയ വോൾഫിൻ്റെ അഭിപ്രായത്തിൽ ചാസ്റ്റിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ചാസ്റ്റിറ്റി അക്കോർഡിംഗ് ടു വിർജീന വോൾഫ്? വിർജീന വോൾഫിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ചാസ്റ്റിറ്റി എന്നത് കൊണ്ടുള്ള മീനിങ് എന്ന് ചോദിക്കുന്നത്. വിർജീന വോൾഫ് ഈസ് ചാസ്റ്റിറ്റി ആസ് മെൻ്റൽ പ്യൂരിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. മാനസികമായ ശുദ്ധിയും അതുപോലെ സ്വതന്ത്രവുമാണ് ചാസ്റ്റിറ്റി എന്നതുകൊണ്ട് വിർജീന വോൾഫ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിസിക്കൽ പ്യൂരിറ്റി. അതായത് ഫിസിക്കൽ പ്യൂരിറ്റി അല്ല ചാസ്റ്റിറ്റി. ഷീ കണക്ട് വിത്ത് ഫ്രീഡം ഓഫ് തോ. അത് അവൾ കണക്ട് ചെയ്യുന്നത് ചാസ്റ്റിറ്റുമായി കണക്ട് ചെയ്യുന്നത് ഫ്രീഡമാണ്. മാനസികമായി നമ്മൾ ആലോചനയിൽ ഉണ്ടാവുന്ന ഫ്രീ ഉണ്ടാവും. അതായത് ഒരു സംഭവം കാണുമ്പോൾ അതിനെപ്പറ്റി നെഗറ്റീവായി തോട്ട് ചെയ്യാതെ ശുദ്ധിയായി ഒരു സാധനം കാണുമ്പോൾ അതിന് നല്ല വശം മാത്രം കാണുന്ന ചാസ്റ്റിറ്റി. എ റൈറ്റർ മസ്റ്റ് തിങ്സ് ഹോണസ്റ്റ്ലി വിത്തൗട്ട് ഇൻഫ്ലുവൻസ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് ബിക്വീത്ത് ഹേർട്ട് ലേക്ക്? അതായത് ബിക്വീത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വസീത് എന്ന് പറയില്ലേ, മരിച്ചതിന് ശേഷം ചെയ്യാനുള്ള ഇത് കൊടുക്കുമല്ലോ, അതാണ്. പിന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം. ദ പോയറ്റ് ബിക്വീത്ത് ഹേർട്ട് ലൈക്ക് ആൻഡ് ഇൻഹെറിറ്റൻസ്. അതായത് പോയറ്റിൻ്റെ മരണശേഷമുള്ള ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയറ്റിൻ്റെ ഹാർട്ട് ഇൻഹെറിറ്റൻസ് അനന്തരാവകാശമായി കൊടുക്കുക എന്നതാണ്. ഇറ്റ് ഷോസ് ഹെർ ലവ് കണ്ടിന്യൂസ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. ഇത് കാണിക്കുന്നത് അവളുടെ ലവ് കണ്ടിന്യൂസ് ആയി പോകും. ആഫ്റ്റർ ഡെത്തിന് ശേഷം സ്നേഹം അവിടെ ഉണ്ടാവും. ദ ഹേർട്ട് ബിക്കംസ് എ സിംബൽ ഓഫ് മെമ്മറി. ഇവിടെ ഹേർട്ട് എന്ന് പറയുന്നത് മെമ്മറിൻ്റെ സിംബലാണ്. ഇറ്റ് റിഫ്ലക്ട്സ് ഡീപ്പ് ഇമോഷൻ. ഷീ വാണ്ട്സ് ടു ബി റിമെമ്പേർഡ്. അവൾ എന്നും ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിന് വേണ്ടിക്കാണ്ട് തെളിവായിക്കാണ്ട് എന്നും ആലോചിക്കാൻ വേണ്ടിക്കാണ്ട് ആ ഹാർട്ടാണ് അനന്തരാവകാശമായിക്കാണ്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയിറ്റ് ഫീൽ വെൻ ഷീ സ്വോളോ ഡൗൺ ദ റിംഗ്? പോയിറ്റിന് എന്താണ് പോയിറ്റ് പറയുന്നത്, വെള്ളം കുടിക്കുമ്പോൾ എന്താണ് പോയിറ്റിന് ഫീൽ ചെയ്യുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. ദ പോയിറ്റ് ഫീൽ പെയിൻ ആൻഡ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. പോയിറ്റ് ഫീൽ പെയിൻ തോന്നുന്നു വെള്ളം കുടിക്കുമ്പോൾ പോയിറ്റിന് പെയിനും ഇമോഷണലൊക്കെ വരുന്നുണ്ട്. അതെന്താണ് ഈ ഡ്രിങ്ക് കുടിക്കുമ്പോൾ, ഡ്രിങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രിങ്ക് സിംബിളൈസസ് സഫറിങ്. ആ പോയിറ്റ് ഇതുവരെ അനുഭവിച്ച സഫറിങ്ങിനെയാണ് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് സ്വോലോ ചെയ്യുമ്പോൾ പോയിറ്റിന് പെയിനും ഇമോഷണൽ ഇൻറ്റൻസിറ്റി തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ആക്സെപ്റ്റൻസ് ഓഫ് ഹാർഷ് റിയാലിറ്റി. ഷീ എക്സ്പീരിയൻസ് ഇന്നർ സ്ട്രഗിൾ. ഇറ്റ് റിഫ്ലെക്ട്സ് ഡീപ്പ് ഫീലിങ്സ്. പോയറ്റിൻ്റെ സഫറിങ്സിനെയും സ്ട്രഗിളിനെയും ഒക്കെ പോയിട്ട് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രിങ്ക് സിംബിളൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ഓഫ് റിയാലിറ്റി. ആൻഡ് ഷീ എക്സ്പീരിയൻസ് ഇന്നർ സ്ട്രഗിൾ. ഇന്നറായിക്കാണ്ട് പോയിട്ട് കുറേ സ്ട്രഗിൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതും ഇറ്റ് റിഫ്ലക്ട് ഡീപ്പ് ഫീലിങ്സ്. ഈ സോളോ ഓഫ് ഡ്രിങ്ക് എന്ന് പറയുന്നതിന് ഡീപ്പ് ഫീലിങ്സ് ആ പോയിറ്റിൻ്റെ അതിന് കഠിനമായ
ആഗ്രഹത്തെ കഠിനമായ ഫീലിങ്സിനെയും കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡ്രിങ്ക് swallow ചെയ്യല്ലല്ലോ. ഡ്രിങ്ക് സാധാരണ പോലെ കുടിക്കണല്ലോ. swallow എന്ന് പറഞ്ഞാൽ വിഴുങ്ങുകയാണ്. അപ്പോൾ ഈ വെള്ളത്തെ വിഴുങ്ങുക എന്ന് പറയുന്നത് അത്രക്കും കഠിനമായ ഇമോഷനും അതുപോലെ ഇന്നർ സ്ട്രഗിളിനെയും ഡീപ്പ് ഫീലിങ്സിനെയൊക്കെയാണ് ഈ swallow ഓഫ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആൾ ഡിഡ് ഹെലൻ ലീവ് ബിഹൈൻഡ്? ഹെലൻ എന്തൊക്കെയാണ് ഉപേക്ഷിച്ച് പോയത് എന്ന ക്വസ്റ്റ്യന്, ഹെലൻ ലെഫ്റ്റ് ഹെർ ഹോം ആൻഡ് ഫാമിലി, ഷീ മൂവ്ഡ് ഫോർവേഡ് ഫോർ എ ബെറ്റർ ലൈഫ്, ഇറ്റ് ഷോസ് എ കറേജ്, ഷീ മെയ്ഡ് സാക്രിഫൈസസ്, ഹെർ മെമ്മറീസ് റിമെയിൻ. അതായത് ഹെലന് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഹെലന് ഹോമും ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് പോയി. ഇത് അവളുടെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ ഷീ മെയ്ഡ് സാക്രിഫൈസ് ചെയ്തു ആൻഡ് ഹെർ മെമ്മറീസ് റിമെയിൻ. അവളുടെ ഫാമിലിനേറ്റും ഹോമിനേറ്റും ഉള്ള മെമ്മറീസ് ഒക്കെ ബാക്കിയായി. അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ ഫാഷൻ മാഗസീൻസ് മെൻഷൻ ദ പോയം. പോയത്തിൽ മെൻഷൻ ചെയ്ത ഫാഷൻ മാഗസീൻസ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യന്. ആൻസർ, ദ പോയം മെൻഷൻസ് വോഗ് ആൻഡ് കോസ്മോപോളിറ്റൻ. കോസ്മോപോളിറ്റനും വോഗും ആണ് ഇതിൽ മെൻഷൻ ചെയ്ത ഫാഷൻ മാഗസീൻസ്. ദീസ് റെപ്രസെൻറ്റ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ദ ഇൻഫ്ലുവൻസ് വുമൺ സെൽഫ് ഇമേജ്. വുമണിൻ്റെ സെൽഫ് ഇമേജ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാഗസീൻസ് ആണ് ഇത് രണ്ടും. ബട്ട് ദ പോയിറ്റ് ക്രിറ്റിസൈസ്, പോയിറ്റ് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ്, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാണ്. ദേ ഷോ പ്രഷർ ഓഫ് ഹോം വുമൺ. ഈ മാഗസീൻസ് ഒക്കെ വുമൺസിന് പ്രഷർ നൽകുകയാണെന്ന് പറയുന്നത്. കാരണം ഇതിൽ ഫുള്ള് വുമണിൻ്റെ ഒരു മാഗസീൻ ആയതുകൊണ്ട് വുമണിനെ പറ്റിയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ മറ്റുള്ള വുമണിനൊക്കെ ഒരു പ്രഷർ നൽകേണ്ടതാണ് പോയിറ്റിൻ്റെ അഭിപ്രായത്തിൽ ഈ ത്രൂ ദീസ് മാഗസീൻസ്, വോഗ് ആൻഡ് കോസ്മോപൊളിറ്റൻ. സെവൻത് ക്വസ്റ്റ്യൻ, നെയിം ദ ടു സൺസ് ഓഫ് ആദം ആൻഡ് ഈവ. ആദമിൻ്റെയും അവൻ്റെയും എന്താ പറയുക സൺസിൻ്റെ പേര് എഴുതാനാണ്. ദ ടു സൺസ് ആർ കെയിൻ ആൻഡ് ആബിൾ. ദേ ആർ ബൈബിളിക്കൽ ഫിഗേഴ്സ്. അതിലെ ആൾക്കാരാണ് ആദം എവ എന്ന് പറയുന്നത്. കെയിൻ കില്ലഡ് ആബിൾ ഔട്ട് ഓഫ് ജലസി. കെയിന് ആബിളിനെ കൊന്നത് ജലസി, അസൂയിനെ പുറത്താണ് കൊന്നത്. ആബിൾ വാസ് ഇന്നസെന്റ്. ദിസ് ഷോ ദ ഫസ്റ്റ് വയലൻസ്. ഇതാണ് നമ്മളെ ഭൂമിയിൽ വെച്ച് ഫസ്റ്റ് ഉണ്ടായ കൊലപാതകം അല്ലെങ്കിൽ വയലൻസ് എന്നൊക്കെ പറയുന്നത് ഈ കെയിന് ആബിളിനെ കൊന്നതാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അല്ലേസ് വോസ് ആൻഡ് സാപ്രിസ്റ്റ്. ദീസ് ആർ ഫ്രഞ്ച് വേർഡ്സ് എക്സ്പ്രസിൻ ആങ്കർ. ഈ ക്വസ്റ്റ്യന് ഈ ഒരു വേർഡ്സിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, മീനിങ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആൻസറാണ്. ദിസ് ഈസ് ആർ ഫ്രഞ്ച് വേർഡ്സ് എക്സ്പ്രസിങ് ആങ്കർ. ദേഷ്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രഞ്ച് വേർഡ്സ് ആണിത്. ഇറ്റ് മീൻസ് ഗോവേ എന്നാണ് ഇതിൻ്റെ മീൻസ്. ഇറ്റ് ഷോസ് ഫ്രസ്ട്രേഷൻ, മനസ്സിലുള്ള ഫ്രസ്ട്രേഷനെ കാണിക്കാൻ വേണ്ടി കണ്ടാണ് ഈ ഒരു വേർഡ് യൂസ് ചെയ്യുന്നത്. ദ സ്പീക്കർ ഈസ് ഇമോഷണൽ, ഇറ്റ് ആഡ്സ് ഇൻറ്റൻസിറ്റി. ഈ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ഇമോഷണലിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുന്നു. നയൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രയോൾ? ക്രയോൾ ഈസ് എ മിക്സ്ഡ് ലാംഗ്വേജ്. ഇറ്റ് ഡെവലപ്സ് ഫ്രം ഡിഫറെൻറ്റ് ലാംഗ്വേജ്. പല ഭാഷകളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വെച്ചൊരു മിക്സ്ഡ് ആയ ലാംഗ്വേജ് ആണ് ക്രയോൾ. ഇറ്റ് ഈസ് കോമൺ ഇൻ കോളനീസ്. ഇതിലാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് കൾച്ചറൽ ബ്ലെൻഡിങ്. ഇറ്റ് ആൾസോ റെഫേഴ്സ് ടു മിക്സ്ഡ് ഐഡൻറ്റിറ്റി. അതായത് ഇത് കൾച്ചറൽ ബണ്ടിങ്, പല കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരുകൾ ഒരുമിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും കൾച്ചറലായ ഒരുമിച്ച് കൂടലാണ് ഈ ലാംഗ്വേജ് കൊണ്ട് വരുന്നത്. ഇറ്റ് ആൾസോ റെഫേഴ്സ് ടു മിക്സ്ഡ് ഐഡൻറ്റിറ്റി. പല ഐഡൻറ്റിറ്റിയുടെയും ഒരു മിക്സ്ഡ് ആണ് ഇത് റെഫർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ പ്രൊട്ടഗനിസ്റ്റ് ഇൻ പ്രഷ്യസ്നെസ് വേക്ക് ഏർലി? പ്രഷ്യസ്നെസ് എന്ന പോയത്തിലെ പ്രൊട്ടഗനിസ്റ്റ് എന്തുകൊണ്ടാണ് നേരത്തെ എണിക്കുന്നത് എന്ന ക്വസ്റ്റ്യനെ, ഷീ വേക്സ് ഏർലി ഫോർ പീസ്, ഷീ ലൈക്സ് ക്വയറ്റ് ടൈം, ഇറ്റ് ഷോസ് ഡിസിപ്ലിൻ. അവൾ എണിക്കുന്നത് സമാധാനത്തിന് വേണ്ടി കണ്ടാണ് അവൾ എണിക്കുന്നത്. അവൾ എന്നും ഒരു ക്വയറ്റ് ടൈമിൽ സമാധാനപ്രിയയും ആ സമയത്തിന് അവളുടെ ജോലികളെല്ലാം തീർക്കാൻ വേണ്ടി കണ്ട് നേരത്തെ എഴുന്നേൽക്കണം. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് അവളുടെ ജോലികളൊക്കെ തീർത്ത്, അതാണ് അവൾ ഫോളോ ചെയ്യുന്ന അവളുടെ ഡിസിപ്ലിൻ. ഷീ അവോയ്ഡ് ഡിസ്റ്റർബൻസ്, ഇറ്റ് റിഫ്ലക്ട്സ് ഹെർ നേച്ചർ. അവളുടെ പീസ്ഫുള്ളായ അവളുടെ നേച്ചറിനെയാണ് ഈ സ്വഭാവം പ്രതിനിധീകരിക്കുന്നത്. 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദ നെയിം മയോപ്പ്? മയോപ്പ് എന്ന നെയിമിൻ്റെ പ്രസക്തി എന്താണ് ക്വസ്റ്റ്യൻ? ദ നെയിം മയോപ്പ് സിംബലൈസ് ഇന്നസെൻസ് ആൻഡ് ചൈൽഡ്ഹുഡ്. ഇന്നസെൻസും ചൈൽഡ്ഹുഡാണ് ഈ മയോപ്പിൻ്റെ സിംബലൈസ് ചെയ്യുന്നത്. ഷീ ഈസ് ഷോൺ ആസ് എ കെയർ ഫ്രീ ആൻഡ് ഹാപ്പി ഗേൾ അറ്റ് ദ ബിഗിനിങ്. ചൈൽഡ്ഹുഡിൽ അവൾ ഭയങ്കര സന്തോഷവതിയായിരുന്നു, അതുപോലെ കെയർ ഫ്രീ ആയിരുന്നു. ഹെർ നെയിം റിഫ്ലക്ട് ഹെർ സിമ്പിൾ ആൻഡ് ജോയ്ഫുൾ നാച്ചുറൽ. അവളുടെ നെയിം പോലെ തന്നെ അവളും അതേ സ്വഭാവമായിരുന്നു, സിമ്പിളും സന്തോഷവതിയായിരുന്നു. ആസ് ദ സ്റ്റോറി പ്രോഗ്രസ്, പക്ഷേ സ്റ്റോറി വലുതാവുന്നിടത്തോളം, അതായത് അവൾ വലുതാവുന്നിടത്തോളം ഷീ എൻകൗണ്ടേഴ്സ് ഹാർഷ് റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ അവൾ ഭയങ്കര ബുദ്ധിമുട്ടായി. ദിസ് ലീഡ്സ് ടു ദ ലോസ് ഓഫ് ഹെർ ഇന്നസെൻസ് മേക്കിംഗ് ദ നെയിം അയണിക്. അതായത് വലുതാവുന്നിടത്തോളം റിയാലിറ്റിയിൽ ജീവിച്ചപ്പോൾ അവളുടെ പണ്ടത്തെ ഇന്നസെൻസും കെയർ ഫ്രീയും ഹാപ്പി മൊമെൻറ്റ്സും ഒക്കെ മിസ്സായി. അതുകൊണ്ട് തന്നെ അവളുടെ പേര് മെയോപ്പ് എന്നത് ഒരു അയറോണിക്കായി അവളുടെ ഇന്നസെൻ്റ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവർ പേരും അവളുടെ ക്യാരക്ടറും തമ്മിലൊരു യാതൊരു ബന്ധവും ഇല്ലാതായിപ്പോയി എന്നാണ് പറയുന്നത്. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ റസ്റ്റി ബോർഡ്സ് ഓഫ് ഹെർ ഫാമിലി
ഫാമിലീസ് ഷെയർ കോപ്പർ കാബിൻ ഇൻഡിക്കേറ്റ്. അതായത് ദ റെസ്റ്റി ബോർഡ്സ് എന്ന തുരുമ്പുടിച്ച മരപ്പലകൾ, അവളുടെ തുരുമ്പുടിച്ച ഷെയർ കോപ്പർ ക്യാബിന്. ഷെയർ കോപ്പർ എന്ന ഒരു ഫാമിലിൻ്റെ ജോലിനെയാണ് പറയുന്നത്. ഷെയർ കോപ്പർ എന്ന് വെച്ചാൽ പാട്ടകൃഷി എന്നൊക്കെ പറയില്ലേ, പണ്ട് കാലത്ത് ജന്മിമാരുടെ ഭൂമിയിൽ വിളവെടുത്ത് ആ പാട്ടത്തിന് വാങ്ങി അവിടെ കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞാൽ ആ വിളവിൻ്റെ പകുതി പണം വായിക്കാണ്ട് ജന്മിമാർക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ ഷെയർ കോപ്പർമാരുടെ അവസ്ഥ ഭയങ്കര ദുരിതത്തിലാണല്ലോ. അപ്പോൾ എന്താണ് ഈ റെസ്റ്റി ബോർഡ്സ് ഓഫ് ഹെർ ഫാമിലി ഷെയർ കോപ്പർ ക്യാബിൻ, ഈ ഒരു വേർഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്? റെസ്റ്റി ബോർഡ്സ് അതായത് തുരുമ്പുടിച്ച മരപ്പലകൾ. അപ്പോൾ ദിസ് ഫ്രൈസ് ഇൻഡിക്കേറ്റ്സ് പോവർട്ടി ആൻഡ് പുവർ ലിവിങ് കണ്ടീഷൻസ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോവർട്ടിയും പുവർ ലിവിങ് കണ്ടീഷൻസും ആണ്. ദ റെസ്റ്റി ബോർഡ് സജസ്റ്റ് ദാറ്റ് ദ ഹൗസ് ഈസ് ഓൾഡ് ആൻഡ് ഡാമേജ്ഡ്. ഇത് തുരുമ്പുടിച്ച മരപ്പലകൾ സാധാരണ തുരുമ്പിടിക്കില്ലല്ലോ, പക്ഷേ തുരുമ്പുടിച്ച മരപ്പലകൾ എന്ന് പറയുന്നത് ദ ഹൗസ് ഈസ് ഓൾഡ് ആൻഡ് ഡാമേജ്ഡ്, ഭയങ്കര ഡാമേജ് ആയ ഹൗസാണ്. കാരണം അത്രക്കും പോവർട്ടിയാണ്, അത്രക്കും ദാരിദ്ര്യമാണ് അവരുടെ വീട്ടിലുള്ളത് എന്നാണ് പറയുന്നത്. ഇറ്റ് റിഫ്ലെക്ട്സ് ദ എക്കണോമിക് സ്ട്രഗിൾ ഓഫ് ദ ഫാമിലി. ആസ് ഷെയർ കോപ്പേഴ്സ് ദേ ഹാവ് വെരി ലിമിറ്റഡ് റിസോഴ്സസ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, അവരെ ജന്മിമാരുടെ അണ്ടറിലായതുകൊണ്ട് അവർക്ക് ഭയങ്കര ലിമിറ്റഡ് ആയ റിസോഴ്സസ് ആണുള്ളത്. ദ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ്സ് എ സീരിയസ് ആൻഡ് റിയലിസ്റ്റിക് അറ്റ്മോസ്ഫിയർ. ഈ ഒരു വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഒരു സീരിയസ് ആയ യഥാർത്ഥമായൊരു അറ്റ്മോസ്ഫിയർ ആണ്. അവരുടെ വീട്ടിലുള്ള യഥാർത്ഥമായൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 13th question, when was അന്തർജനം സമാജം ഫോംഡ്? ഈ അന്തർജനം സമാജം ഫോം ചെയ്തത് എപ്പോഴാണ് ക്വസ്റ്റ്യൻ. അന്തർജനം സമാജം വാസ് ഫോംഡ് ഇൻ ദ ഏർലി 20th century ഇൻ കേരള. 20കളുടെ ആദ്യത്തിലാണ് കേരളത്തിൽ അന്തർജന സമാജം തുടങ്ങിയത്. ഇറ്റ് എയിംഡ് ടു അപ്ലിഫ്റ്റ് നമ്പൂതിരി വുമൺ. ശ്രദ്ധിക്കണം, ഇത് നമ്പൂതിരി വുമന് മാത്രം, അവരെ മാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി തുടങ്ങിയ ഒരു സമാജമാണ്, നമ്പൂതിരി വുമൻസിനെ മാത്രം. വുമൻ ഫേസ്ഡ് മെനി സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ആൻഡ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. അവർക്ക് സമൂഹത്തിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ എഡ്യൂക്കേഷനും കുറവായിരുന്നു. ദ ഓർഗനൈസേഷൻ പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്. എഡ്യൂക്കേഷനും അവയർനെസ്സും ആണ് ഇവർ പ്രൊമോട്ട് ചെയ്തത്. നോട്ട് ദ പോയിന്റ് ഓൺലി ഫോർ നമ്പൂതിരി വുമൺ. അതിൻ്റെ താഴെ കിടക്കുന്ന കുറേ പീപ്പിൾസ് ഉണ്ട്, വുമൻസ് ഉണ്ട്, അവർക്ക് വേണ്ടിയല്ല. സോ ഇറ്റ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോഷ്യൽ റിഫോം ആൻഡ് വുമൺ എംപവർമെൻറ്റ്. അതായത് എന്താ പറയുക, സോഷ്യൽ റിഫോമിനും വുമൺ എംപവർമെൻറ്റിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ നടത്തിയിരിക്കുന്നത്. കാരണം അതുവഴി കുറേ ആളുകൾ എംപവർമെൻ്റ് ആയിക്കുന്നത്, അല്ലെങ്കിൽ കുറേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ട് ത്രൂ ദിസ് സമാജം. 14th question, who is the protagonist of At 5 in the Afternoon? At 5 in the Afternoon മൂവിയിലെ പ്രൊട്ടഗണിസ്റ്റ് ആരാണ് ക്വസ്റ്റ്യൻ. നോഗ്ര ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ ഫിലിം. നോഗ്ര ആണ് ഇതിൻ്റെ പ്രൊട്ടഗണിസ്റ്റ്. ഷീ ഈസ് എ യങ് അഫ്ഗാൻ ഗേൾ വിത്ത് എ ബിഗ് ഡ്രീംസ്. ഷീ ഈസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. ഷീ ഈസ് എ യങ് അഫ്ഗാൻ ഗേൾ. ഷീ വാണ്ട്സ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. അവളുടെ ഡ്രീം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവണമെന്നാണ്. ഡിസ്പൈറ്റ് സോഷ്യൽ റെസ്ട്രിക്ഷൻ ഷീ റിമൈൻസ് ഡിറ്റർമിനേറ്റ്. അവൾക്ക് ഈ ഒരു അഫ്ഗാൻ്റെ പ്രസിഡന്റ് ആവണം എന്നതിന് കുറേ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അവൾ അവിടെ തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിച്ചു. ഹെർ ക്യാരക്ടർ റെപ്രസെൻറ്റ് ഹോപ്പ്, അംബീഷൻ ആൻഡ് ദ ഡിസയർ ഓഫ് ചേഞ്ച്. അവളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് പ്രതീക്ഷയെയും അംബീഷനെയും ആൻഡ് ദ ഡിസയർ ഫോർ ചേഞ്ച്. അവളുടെ അഫ്ഗാനിസ്ഥാനിൽ നിലനിന്ന് പോകുന്ന എല്ലാ നിയമങ്ങൾക്കും എതിരെ മാറ്റം കൊണ്ടുവരണം എന്നൊരു ഉറച്ചൊരു ആഗ്രഹം അവൾക്കുണ്ട്. അതിനുവേണ്ടിയാണ് ഷീ വാണ്ട് ടു ബിക്കം എ പ്രസിഡന്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ. സോ ഷീ ഈസ് ദ protagonist of At 5 in the Afternoon. 15th question, who is the protagonist in Mustang? മസ്റ്റാങ്ങിൽ ഫിലിമിലെ പ്രൊട്ടഗണിസ്റ്റ് ആരാന്നാണ് ഈ ക്വസ്റ്റ്യൻ. ലെയിൽ ഈസ് ദ മെയിൻ പ്രൊട്ടഗണിസ്റ്റ് ഇൻ ദ ഫിലിം മസ്റ്റാങ്. ലെയിലാണ് ഇതിൻ്റെ മെയിൻ പ്രൊട്ടഗണിസ്റ്റ്. ഷീ ഈസ് ദ യങ്ങസ്റ്റ് അമംഗ് 5 സിസ്റ്റേഴ്സ്. 5 സിസ്റ്റേഴ്സിലെ ഏറ്റവും ചെറിയ സിസ്റ്ററാണ് ലെയിൽ. ലെയിൽ ഈസ് ബോൾഡ്, ഇൻ്റലിജൻറ്റ് ആൻഡ് ഡിറ്റർമിനേഡ്. ഷീ ക്വസ്റ്റ്യൻസ് ദ സ്ട്രിക്റ്റ് റൂൾസ് ഇമ്പോസ്ഡ് ഓൺ ദം. അവൾക്ക് നേരെ ഉയർത്തിയ സ്ട്രിക്റ്റ് ആയ റൂൾസിനൊക്കെ അവൾ ക്വസ്റ്റ്യൻ ചെയ്തു. ഷീ ഫൈറ്റ്സ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. അവൾക്ക് സ്വാതന്ത്ര്യവും ഫ്രീഡം വേണം എന്ന ഉദ്ദേശത്തോടെ അവൾ ഫൈറ്റ് ചെയ്തു. ഷീ ഈസ് റെപ്രസെൻറ്റിംഗ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഓപ്പറേഷൻ. അടിച്ചമർത്തപ്പെട്ടവർക്കെതിരെയുള്ള റെപ്രസെൻ്റായി അവൾ തുടർന്നു എന്നാണ് ലെയില്. ഷീ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ഇൻ മസ്റ്റാങ് ഫിലിം.